ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് രവി, അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിനെ വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത് 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8-ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8-ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6-ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിലാണ് നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പോൾ ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പോൾ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിനേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃശ്യം ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാകും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുഫലം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതായത് മകീര നക്ഷത്രക്കാർക്ക് മകീര നക്ഷത്രത്തിൽ തന്നെയാണ് വിഷുഫലം വന്നിരിക്കുന്നത്. അത് കാരണം ഇവർക്ക് ഒരു കൊല്ലം വരയ്ക്കും, അതായത് 2024 തൊട്ട് ഏപ്രിൽ 13 തൊട്ട് 2025 ഏപ്രിൽ 14 വരയ്ക്കും ഈ വിഷുഫലം ഉണ്ട് എന്നാണ് പറയുന്നത്. വിഷുഫലത്തിൽ പെട്ടുകഴിഞ്ഞു പറഞ്ഞാൽ അലച്ചിലുകളും വിഷമതകളും തടസ്സങ്ങളും മാനസിക പ്രശ്നങ്ങളും ധനപ്രശ്നങ്ങളും തൊഴിൽ നഷ്ടങ്ങളും ധനവ്യയങ്ങളും മാനസിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എന്താണ് മാർഗം എന്നുള്ള പറയുന്നത്. ആ മകീര നക്ഷത്രം എല്ലാ മാസവും വരുമല്ലോ, അത് 27 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു മകീര നക്ഷത്രം വരും. ആ മകീര നക്ഷത്രത്തിൻ്റെ ആദ്യം വരുന്ന മകീര നക്ഷത്രത്തിൻ്റെ 2 നക്ഷത്രം വരികയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന മകീര നക്ഷത്രത്തിൽ ശിവനെങ്കിൽ രുദ്രാഭിഷേകം, സ്പെഷ്യലായിട്ടുള്ള രുദ്രാഭിഷേകം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ സാധാരണ രുദ്രാഭിഷേകം നടത്തുക. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് വരവ് ചെലവ് പറയുകയാണെങ്കിൽ, മകീര നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് 8 വരവ് 8 ചെലവ് 8ആണ്. 8 രൂപ മുൻഭാണ്ഡാരത്തിൽ പ്രാർത്ഥിച്ചിടുകയും പിൻഭാണ്ഡാരത്തിൽ 8 രൂപ പ്രാർത്ഥിച്ച് ഇടുകയും ചെയ്ത് കഴിഞ്ഞു വല്ല മിച്ചമുണ്ടാവും. ഏത് വിധത്തിലാണൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫയലുകൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള രേഖകളെല്ലാം സൂക്ഷിക്കുന്ന അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അധികാരികൾ കൈക്കൂലികൾ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതിൽ നിന്നും പെടുവാനുള്ള സാധ്യതകളുമുണ്ട്. ജോലി തന്നെ സസ്പെൻഷനിലായി പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കബളിക്കപ്പെടുവാനുള്ള സാധ്യതകൾ, നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ, തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും. വിവാദമാകുന്ന കർമ്മങ്ങളെല്ലാം നടന്നവർക്കെല്ലാം ചിലപ്പോൾ ഡൈവേഴ്സ് പെട്ടെന്ന് പിരിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ടാവും. ദൂരയാത്രകളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കെല്ലാം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടാവും. അതുപോലെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, മനസ്വസ്ഥതയില്ലാതിരിക്കാനുള്ള സാധ്യത, സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും അവരവരുടെ ബുദ്ധിക്ക് തന്നെ ഭ്രമം പിടിച്ചമരിക്കുന്ന മാതിരിയുള്ള സാധ്യതകളും, അതുപോലെ ജനപ്രതിനിധികൾ, അതായത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അബദ്ധങ്ങൾ വന്നു ചേരുവാനും അപമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, അവർക്കും ഇതേമാതിരി അലച്ചകളും തൊഴിച്ചിലുകളും വരുവാനുള്ള സാധ്യതയും, സ്ഥാനഭ്രംശങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയും, തൊഴിലിൽ സ്ഥാനഭ്രംശങ്ങൾ വരുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇരിക്കുന്ന ഭവനത്തിൽ നിന്ന് സ്ഥാനഭ്രംശം മാറുവാനുള്ള സാധ്യത, തൊഴിലിൽ നിന്ന് സ്ഥാനഭ്രംശം മാറുവാനുള്ള സാധ്യത, ഓഫീസിൽ നിന്ന് സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യത, അങ്ങനെയുള്ള പലവിധ സ്ഥാനഭ്രംശം വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ടാണ് കാണുന്നത്. ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പെരുമാറുകയാണെങ്കിൽ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യത. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം വളരെ ആപത്ത് വരുവാനുള്ള സാധ്യതകളാണ് ഉണ്ട്. അതുപോലെ തന്നെ പോലീസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആപത്തുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങളിൽ പോയി വന്ന് പെടുവാനുള്ള സാധ്യതയുണ്ട്. അന്വേഷിക്കുന്ന കേസുകളെല്ലാം വന്ന് പരാജയപ്പെടുവാനുള്ള സാധ്യതയും മേലധികാരികളുടെ വഴക്കിന് പാത്രമാകാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ മന്ത്രിപരമായ തരത്തിലുള്ളവർക്കെല്ലാം മാനഹാനികൾ സംബന്ധിക്കുന്ന റെയ്ഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലും ഉള്ളത് കാരണം കൊണ്ട് തന്നെ ആപത്തുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സേനാധിപത്യം വഹിക്കുന്നവർക്ക്, ആയുധ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റിസ്ക് എടുത്തിട്ട് പണിയെടുക്കുന്ന ഷിപ്പ് യാർഡ് മറ്റുള്ള കർമ്മങ്ങളിൽ പണിയെടുക്കുന്നവർക്ക്, അങ്ങനെ ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകളും നിറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ട്, അതായത് വന്നിട്ട് ഡേഞ്ചർ സംബന്ധമായിട്ടുള്ള
പണിയെടുക്കുന്നവർക്കും എല്ലാം അവർക്കെല്ലാം വേണ്ടിയിട്ട് മഹാമൃത്യുഞ്ജയ ഹോമം ഭവനത്തിൽ വെച്ച് ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് വരും. അല്ലാത്ത പക്ഷം അതിന് കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായും ചെയ്യുക വേണമെന്നുള്ളതാണ്. അധിക ചിലവൊന്നും അതിന് വരുമെന്നില്ല, അധിക ചിലവൊന്നും അതിന് വരാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാലും അധിക ചിലവ് എന്ന് പറയുമ്പോൾ ഏകദേശം 7000 തൊട്ട് 10000 റുപ്യൻ്റെ ഉള്ളിൽ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം കൂടിയിട്ട് ഒരു 10000 റുപ്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം മഹാമൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തി അതിൻ്റെ പ്രസാദം ഒരു 3 ദിവസം കഴിച്ച് നിർവൃത്തി കൊള്ളുക എന്നാണ് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആപത്തിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ റിസ്ക് അതായത് വളരെ റിസ്ക്കായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കൈകാര്യം ചെയ്യണം. ദൈവാധീനം വേണം. അതിന് ദൈവാനുഗ്രഹം വേണമെങ്കിൽ അവരവരുടെ നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ നടത്തി വരികയാണെങ്കിൽ ആ ദോഷാധിക്യമെല്ലാം കുറഞ്ഞു വരും. നമസ്കാരം.